صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഹദീസ് ക്ലാസിൻ്റെ 121-ാമത്തെ അധ്യായമാണ് ഇന്ന്. ഞാൻ ഡോക്ടർ സുബൈർ ഉദവി ചേകനൂർ. അൽ ഹയാഇനെ കുറിച്ചാണ്. അൽ ഹയാ വഫളലുഹു വൽ ഹസ്സു അല തഖല്ലുഖി ബിഹി. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഒരു നാണവും മാനമൊക്കെ ഉണ്ടാവുക. വഫളലുഹു അതിന്റെ ശ്രേഷ്ഠത, വൽ ഹസ്സു അല തഖല്ലുഖി ബിഹി അത് മനുഷ്യന്റെ ഖുലുഖായി വരണം. തഖല്ലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവമായി സ്വീകരിക്കുക. ഹസ്സ് അതിന് പ്രേരിപ്പിക്കുക. ലജ്ജയും നാണവും മനുഷ്യന്റെ സ്വഭാവമായി മാറണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. വളരെ പ്രധാനമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ് ഇത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ അലാ റജുലിൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരാളുടെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നുപോയി. വഹുവ യഅിദു അഖാഹു ഫിൽ ഹയാഇ, അയാൾ തന്റെ സഹോദരനെ ഹയാഇന്റെ കാര്യത്തിൽ, ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദഅഹു, ലീവ് ഹിം, മൂപ്പരെ ചെയ്തോട്ടെ. കാരണം ഫഇന്നൽ ഹയാഅ മിനൽ ഈമാനി, ഹയാ, ലജ്ജ, നാണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈമാനിൽ, വിശ്വാസത്തിൽപ്പെട്ടതാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസവുമായി അള്ളാഹു ബന്ധിപ്പിച്ച എല്ലാ കാര്യങ്ങളും, വിശ്വാസവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധിപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവമായി കാണണം. കാരണം അത് നഷ്ടപ്പെടുമ്പോൾ, സത്യത്തിൽ നഷ്ടപ്പെടുന്നത് ഈമാനാണ്. ഈമാൻ നഷ്ടപ്പെടുമ്പോൾ ഒന്നിലും ഗൗരവം ഉണ്ടാവില്ല. അതുപോലെ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ, വൃത്തിയുടെ കാര്യം പറയുമ്പോൾ, അതൊക്കെ ഈമാനുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതിഥിയെ ബഹുമാനിക്കുന്ന കാര്യം, കുടുംബബന്ധം ചേർക്കുന്ന കാര്യം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുമായി ബന്ധിപ്പിച്ചിട്ടാണ് നബിതങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ലജ്ജ ഇതില്ലാതെയാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടും. വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്താലും ഒരു ചെയ്യാനൊരു മടി ഉണ്ടാവില്ല മനുഷ്യന്. ആത്യന്തികമായി പടച്ചോനുള്ള വിശ്വാസം സംശയത്തിലാവുക എന്ന ഒരു ഘടകമായി മാറാൻ, നിരീശ്വരവാദത്തിലേക്കും അതുപോലെ തന്നെ നിർമ്മതങ്ങളിലേക്കൊക്കെ പോകാൻ, ഒന്നിലും ഒരു ഇതില്ലാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ മനുഷ്യർ പ്രേരിപ്പിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ അൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ് മനുഷ്യന് ലജ്ജ ഉണ്ടാവുക എന്നത്. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. വൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ, നാണം മനുഷ്യന് നന്മയല്ലാതെ കൊണ്ടുവരൂല. ലജ്ജയുള്ള ഒരു മനുഷ്യന് എപ്പോഴും നന്മയെ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിം ഈ ഹദീസിനെ വേറെ റിവായത്തിലൂടെയാണ് പറയുന്നത്, ലജ്ജയുള്ള ആൾ എപ്പോഴും നന്മയെ ചെയ്യുകയുള്ളൂ. അപ്പോ ലജ്ജ മനുഷ്യന് നന്മയെ ഉണ്ടാവുള്ളൂ. ലജ്ജ കൊണ്ട് മനുഷ്യന് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, നബി പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഉൻ, വിശ്വാസം 70ഓളം ഘടകങ്ങളുണ്ട്. ഈമാനിന്റെ 70ഓളം ഘടകങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഈമാൻ എന്ന് പറഞ്ഞത് കേവലമായി മനുഷ്യൻ അള്ളാഹുവിലും റസൂലിലും അന്ത്യനാളിലും മലക്കുകളിലും കിതാബുകളിലൊക്കെ ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്തെ മനുഷ്യന് ശക്തിപ്പെടുത്തുന്ന, ആ ഈമാൻ മനുഷ്യന്റെ അകത്ത് നിർമ്മിക്കുന്ന, ആ ഈമാനിന് ശക്തി പകരുന്ന, അങ്ങനെയല്ല, ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ ചിലതിന് ശക്തി കിട്ടും. അതിന് 70ഓളം ഘടകങ്ങൾ മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 70ഓളം ഘടകങ്ങളുണ്ട്. എന്നിട്ട് പറയാണ് ഔബിദ്ഉൻ വസിത്തൂന ശുഅബ, അല്ലെങ്കിൽ 60ഓളം എന്ന് റിവായത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖി, അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളത് ഇമാതത്തുൽ അദാ, മാലിന്യങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയെ നീക്കലാണ്. അനിത്വരീക്ക്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയെ, മാലിന്യങ്ങളെ നീക്കം ചെയ്യലാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ഈമാനിന്റെ ഭാഗം. അപ്പോൾ അതും ഒരു വിശ്വാസിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽ ഈമാനിന്റെ ഭാഗമായ, അതിന്റെ ഒരു ഘടകമാണ്.
വഴിയിൽ നിന്ന് മുള്ളുകൾ, തടസ്സങ്ങൾ നീക്കുക, വഴി ബ്ലോക്കാക്കാതിരിക്കുക. ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് ഈ 70ന്റെ ഇടയിൽ ബാക്കിയൊന്നും പരാമർശിക്കാതെ വളരെ പ്രധാനമായി പറഞ്ഞു വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാ എന്ന് പറയുന്നത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ഘടകമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തതാണ്. അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ലജ്ജയും നാണവുമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ ഘടകം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അൽ ഹയാ അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹ. ഒരു വിവാഹം കഴിക്കപ്പെടാത്ത പതിവ്രതയായി നടക്കുന്ന ഒരു സച്ചരിതയായ ഒരു പെണ്ണ്, ഒരു മനുഷ്യനെയും ആരും ആ ഒരു പുരുഷനെ തൊട്ടിട്ട് പോലും ഇല്ലാത്ത അങ്ങനത്തെ ഒരു പെണ്ണ് ഫീ ഖിദ്രിഹ, അവളുടെ മറക്കകത്ത്, അവളുടെ ഖിദറിനകത്ത്, അവളുടെ വീട്ടിൽ സ്വകാര്യമായ അല്ലെങ്കിൽ അവളെ മറ്റുള്ളവരിൽ നിന്ന് മറക്കുന്ന മറക്കകത്ത് ഇരിക്കുന്ന ഒരു പുരുഷനെ കാണാത്ത ഒരു പെണ്ണിന്റെ ലജ്ജ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും നാണമുണ്ടായിരുന്നു. എന്തിൽ നിന്ന് എങ്ങനെയൊക്കെ പറയാം. ഫഇദാ റഅ ശൈഅൻ യക്റഹു അറഫനാഹു ഫി വജ്ഹിഹി. നബിക്ക് വെറുപ്പുള്ള എന്തെങ്കിലും, നബിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, മുഖത്തുനിന്ന് മനസ്സിലാക്കും. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ എന്താണ് ഈ ലജ്ജ എന്ന് പറയുന്നത്? ലജ്ജ ഒരുപാട് തരത്തിലുണ്ട്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് ലജ്ജിക്കണം, മലക്കുകളിൽ നിന്ന് ലജ്ജിക്കണം, ജനങ്ങളിൽ നിന്ന് ലജ്ജിക്കണം. അവനവനോട് തന്നെ ഒരു നാണവും മാനവും മനുഷ്യന് തോന്നണം. അപ്പോൾ മഹാന്മാരായ ആളുകൾ പറഞ്ഞത് ഖാലൽ ഉലമാഉ ഹഖീഖത്തുൽ ഹയാഇ, ലജ്ജ, നാണം എന്ന് പറയുന്നത് ഖുൽഖുൻ യബ്അതു അലാ തർക്കിൽ ഖബീഹി, ഒരു സ്വഭാവമാണ്. യബ്അതു, അത് മനുഷ്യനെ പ്രേരിപ്പിക്കും, അലാ തർക്കിൽ ഖബീഹി, മോശമായത് എല്ലാം ഉപേക്ഷിക്കാൻ മനുഷ്യനെ അത് പ്രേരിപ്പിക്കും. വയംനഉ മിൻ തഖ്സീരി ഫി ഹഖ്ഖി ദിൽ ഹഖ്ഖി, ഏതെങ്കിലും ഒരാൾക്ക് ഉള്ള ഹക്കിനെ, അവകാശത്തെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളെ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നതിൽ നിന്ന് നമ്മൾ തടയും. അപ്പോൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഹക്കായിട്ട് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് ഹയാ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹയാ ഖുർആനിലൊക്കെ നമുക്ക് കാണാം. ഹയാ എന്നുള്ള വാക്ക് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തിട്ട് അവർ ഷുഐബ് നബി അലൈഹി ഇസ്ലാം അവരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഖുർആനിലെ ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്, ഫജാഅതി ഹദാഹുമാ തംഷി അലാ ഇസ്തിഹ്യാഇൻ, ആ പെൺകുട്ടി വളരെ ലജ്ജയോടെയും നാണത്തോടെയും ഒക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാം മറച്ച് ഒരു പുരുഷന്റെ മുമ്പിൽ എങ്ങനെ വരാൻ പറ്റുമോ ആ രീതിയിൽ മാത്രമാണ് വന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് വെളിവാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് വളരെ പ്രധാനമായ ഒരു ഖുർആന്റെ ഒരു ആയത്ത് തന്നെ, സൂറത്ത് അഹ്സാബിലെ ഒരു ആയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ നബി, നബിയുടെ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത്, നിങ്ങൾക്ക് സമ്മതം കിട്ടിയിട്ടല്ലാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ പാത്രത്തേക്ക് നോക്കാണ്ട് ചെല്ലണം. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അധികം സംസാരിക്കാതിരിക്കരുത്, വേഗം പോകണം. കാരണം നബിക്ക് വല്ലാഹു നിങ്ങൾക്ക് ഇന്നദാലിക്കും കാന യുദിൻ നബിയ ഫയസ്തഹി, നബിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കുറെ നേരം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ആദ്യത്തേന് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നബിക്ക് അത് മടിയാകും. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന നബി ഇവരെ കൊണ്ട് നബി സൈനബ് റളിയല്ലാഹു അൻഹയുടെ വലീമത്തിന്റെ ദിവസം, അല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച് വലീമത്ത് കൊടുത്ത ദിവസം ഒരുപാട് കുറച്ചാളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നു. അവരങ്ങനെ ഇരുന്ന് രാത്രി നീക്കി വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. നബിക്ക് അവരോട് പോകാൻ പറയണമെന്നുണ്ട്. പക്ഷെ ഹയാ കാരണം, മനുഷ്യന് ലജ്ജാണ്, ഒരു കറം, ഒരു ഉറുവത്ത് കാരണം പറയില്ല. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. അപ്പൊ അങ്ങനെ ഹയായിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യന് സ്വാഭാവികമായ ഹയ ഉണ്ടാകാം, ലജ്ജ വേണം മനുഷ്യന്. അള്ളാഹുവിന്റെ നന്മ ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ലജ്ജ എന്നുള്ളത്. അവന്റെ ഫിത്രിയായ ലജ്ജകൾ ഉണ്ടാകും മനുഷ്യന്. ഔറത്ത് വഴി, ഇപ്പൊ ചെറിയ കുട്ടി പോലും വസ്ത്രം എടുക്കാൻ തുടങ്ങിയ നാൾ മുതൽ അവന് വസ്ത്രം പോകുമ്പോൾ അവൻ സ്വാഭാവികമായും പെട്ടെന്ന് വലിച്ചു കെട്ടും, അത് ലജ്ജയിൽപ്പെട്ടതാണ്. അങ്ങനെ അത് മുതൽ തുടങ്ങി ആരോട് എപ്പോൾ സംസാരിക്കണം, എന്ത് പെരുമാറണം, ഒരിക്കലും മോശമായ സംസാരങ്ങൾ വരാതെ സൂക്ഷിക്കുക. ജനങ്ങളുടെ ഇടയിൽ ലജ്ജ, അവന്റെ ഔറത്ത്, സാധാരണ നമ്മൾ ഔറത്ത് എന്നുള്ളതിനപ്പുറം മനുഷ്യന്റെ ശരീരം ഒക്കെ ആയിട്ട് പല തരത്തിലുള്ള ലജ്ജയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുറത്തുനിന്ന് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കുളിക്കുമ്പോൾ ചില ആൾക്കാർ അത് ഇതിന് ചിലപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്,
ചില സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന് അപ്പോൾ എല്ലാവരും കൂടി ബസ്സിലിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കാണാം ഇത് ഇങ്ങനത്തെ പുതിയ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യമുണ്ട്. കുറെ ആൾക്കാരുള്ള ബസ്സിൽ വാഹനത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. മനുഷ്യനായ ഒരു ലജ്ജ വേണം. ബാക്കിയുള്ളവരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഈ കഴിക്കുക, അപ്പോൾ ബാക്കിയുള്ളവരോടും ചോദിച്ചു നിൽക്കുമ്പോൾ അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലജ്ജയുടെ ഒരു മനുഷ്യനുണ്ടാകേണ്ട നാണത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണും. കാരണം ലജ്ജ മനുഷ്യന് നാണം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാവും മുജാഹറത്തും ബി ദുനൂബ്, കുറ്റം പരസ്യമായിട്ട് കുറ്റം ചെയ്യുന്നത്, പരസ്യമായിട്ട് ഒരുപാട് തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ, തെറ്റുകൾ, തമ്മാടിത്തങ്ങൾ. ഒന്ന് തെറ്റ് ചെയ്യുക എന്നതിനേക്കാളും വളരെ കഠിനമായ തെറ്റാണ് പരസ്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. മുജാഹറത്തും ബിദുനൂബ്, അത് ഉണ്ടാവും. ലജ്ജയില്ലെങ്കിൽ മനുഷ്യനുണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകൾ, പുരുഷന്മാരും സ്ത്രീകളും ഔറത്ത് കാണിച്ച് നടക്കുക. പുരുഷന്മാരെ കാണാൻ ഔറത്ത് കാണിച്ചിട്ട് നടക്കുന്നു വളരെ വ്യക്തമായിട്ട്, വാഹനത്തിലിരിക്കുമ്പോഴും നോക്കുമ്പോഴും ഇതൊക്കെ. അപ്പോൾ ഒരു മനുഷ്യന് ലജ്ജയില്ല. സ്ത്രീകളും പ്രത്യേകിച്ച് അവരുടെ ശരീരം കാണിക്കുന്ന, ജനങ്ങൾ അവരിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിൽ പലരും ടൈറ്റ് ശരീരത്തിന്റെ അളവുകൾ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ശരീരം അങ്ങനെ കാണുമ്പോൾ അവർ നോക്കിപ്പോകും. നോക്കിപ്പോകുന്ന ഒരു അട്രാക്ഷനുള്ള സാധനമാണ്. ഏത് അട്രാക്ഷനുള്ള സാധനം മനുഷ്യൻ നോക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് ലജ്ജ ഉണ്ടാകണം, പുരുഷൻ നോക്കാതിരിക്കണം. ഖദ്ദുൽ ബസ്ർ അതിൽ പറയുന്നുണ്ട്. മനുഷ്യൻ ലജ്ജയിൽപ്പെട്ടതാണ് കണ്ണ് താഴ്ത്തുന്നത്. ഹറാമ് കാണുമ്പോൾ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തത് കാണുമ്പോൾ വേറൊരാളുടെ ഒരു വീട്ടിലേക്ക് പോലും നേരിട്ട് നോക്കരുതെന്നാണ്. അപ്പൊ അത് മനുഷ്യനായ ഒരു ലജ്ജ, അവനോടുള്ള ഒരു ലജ്ജയാണ് നോക്കാതിരിക്കുക എന്നുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് തങ്ങളുടെ ശരീരത്തിന്റെ അളവുകൾ കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ചിലത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് തോന്നും, പക്ഷെ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് പറയും ചെയ്യാം, അത് രീതിയിൽ. അപ്പൊ ഇതൊക്കെ ലജ്ജയില്ലായ്മയുടെ അടയാളങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മനുഷ്യർ എന്തും പറയാം. ഒന്ന് മോശമായ വാക്കുകൾ, ചീത്ത വാക്കുകൾ, പലരും ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, ഇതൊക്കെ ആളുകൾക്ക് വളരെ പരസ്യമായിട്ട് വളരെ മോശമായ ജോക്കുകൾ, തമാശകൾ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നവൻ ലജ്ജയില്ലായ്മ കൊണ്ട് എന്തും പറയുന്ന ഒരു രീതി പലർക്കും ഉണ്ടാകും. അപ്പൊ ആ ഒരു തരത്തിലുള്ള രീതിയിലേക്ക് മനുഷ്യൻ പോകരുത് ഒരിക്കലും. അപ്പം ചീത്ത സംസാരിക്കുക, മോശമായ കഥകൾ, മോശമായ വാക്കുകൾ സംസാരിക്കുക. ചിലപ്പോൾ ചില ആളുകൾ, ചില സംഘത്തിൽ ചിലത് ശരിയാവും, ചിലപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ പറയുമ്പോൾ അപ്പം അവനല്ലാത്ത ഒരാളുടെ ഇടയിൽ പറയുമ്പോൾ അവൻ മുറുകത്ത് സൂക്ഷിക്കണം. അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഉണ്ടാവും ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും, നമ്മുടെ ഒപ്പം പഠിച്ചവർ, സഹപാഠികൾ, അവരോട് പറയാൻ പറ്റുന്നത് ചിലപ്പം വേറെ ആളുകളോട് പറയാൻ പറ്റൂല. അപ്പൊ അവിടെ മനുഷ്യന് ലജ്ജയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇയാളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് പറയാം. ഇന്നത്തെ കാലത്ത് മനുഷ്യന് ആ ഒരു തരത്തിൽ ആരോട് സംസാരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംസാരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയവർ മുതൽ വലിയവർ വരെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ അതിൽ ചെറിയ കുട്ടികളൊക്കെ, ചെറുപ്പക്കാരായ ആളുകളൊക്കെ, പ്രായമുള്ള ആളുകളുടെ മുമ്പിൽ എന്താണ് പറയേണ്ടതെന്നറിയില്ല. നേർക്കുനേരെയുള്ള ജീവിതത്തിൽ അങ്ങനെയാണ്. കുട്ടികളെ പോലും ചെറുപ്പത്തിൽ ലജ്ജ പഠിപ്പിക്കണം എന്നാണ്, ഹയാ, നാണം പഠിപ്പിക്കണം ഇല്ല. ആർക്കോടും എന്തും പറയുന്നതിന്, അത് എന്തും പറയാ, ആരോടും ചോദ്യം ചെയ്തതിന് അല്ലെങ്കിൽ മോശമായി സംസാരിച്ചതിനൊക്കെ കുട്ടികളുടെ വലിയ കുസൃതിയായിട്ടൊക്കെ നമ്മളൊക്കെ അവതരിപ്പിക്കും. മക്കൾ അങ്ങനെ പറഞ്ഞു, മോനെ അത് പറഞ്ഞു കൊടുക്കുക, ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ആളുടെ ഇടയിൽ ഒരാളെ മോശമാക്കിയിട്ട്, ഒരു വലിയ ആളെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കും. അപ്പൊ കുട്ടിക്ക് അതിന് ധൈര്യം വരും. അപ്പൊ എന്ത് സംസാരിക്കണം, ആരോട് ഏത് രീതിയിൽ എന്ത് സംസാരിക്കണം, ഏതാണ് നാണത്തിന്റെ ഭാഗമായി മോഡസ്റ്റിയുടെ, മുറുവത്തിന്റെ, ജെന്റിൽമാൻഷിപ്പിന്റെ ഭാഗം എന്താണെന്ന് ആരും അറിയാതെ പോകണം. അതുകൊണ്ട് എന്തും ആർക്കും എന്തും പ്രകടിപ്പിക്കുക എന്നുള്ള എക്സ്പ്രഷനിസം ഒരു ഭാഗമായി മാറുമ്പോൾ ഹയാ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഹയാ സൂക്ഷിക്കാൻ വളരെ ഗൗരവമായി ദീനി പറഞ്ഞിട്ടുണ്ട്. ഔറത്ത് വെളിവാക്കാതിരിക്കുക, മോശമായി സംസാരിക്കാതിരിക്കുക, നല്ല വാക്കുകൾ പറയാ. ജനങ്ങൾക്ക് ഇടയിൽ, പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ചെയ്യുമ്പോൾ വളരെ മുറുവത്തോടു കൂടി, വളരെ നല്ല ഒരു കറമും ആദരവുകളോടു കൂടി കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ മനുഷ്യന് ലജ്ജ വേണം, ഒരു നാണവും മാനവും ഉണ്ടാകണം. നാണം ഉണ്ടാവുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ഒരു ഇൻഖിബാദ്, ഒരു ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, അത് ഉണ്ടാവണം മനുഷ്യന്. അള്ളാഹു ആ ഒരു ലജ്ജ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹയാ നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.